CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ 24-നൊപ്പം ചേരുകയാണ്. ദീപക് ധർമ്മടമാണ് തിരുവനന്തപുരത്ത് അദ്ദേഹവുമായി സംസാരിക്കുന്നത്. ഓവർ ടു ദീപക് ധർമ്മടം. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. ഗോവിന്ദൻ മാസ്റ്റർക്ക് എൻ്റെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേക്കാം. വെരി ഗുഡ് മോർണിംഗ് SKN. ഗോവിന്ദൻ മാസ്റ്ററോട് പ്രത്യേകം ഗുഡ് മോർണിംഗ് പറഞ്ഞേക്കാം. നമസ്കാരം. SKN, ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറിക്ക് എന്തു പറയാനുണ്ട് എന്നുള്ളത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, കേരളം ഉറ്റുനോക്കുന്ന ഒരു ഘട്ടം കൂടിയാണിത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് ശേഷം CPIM അതിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ എന്നാലും ഇപ്പോഴും പാർട്ടിയിലെ ചില പ്രശ്നങ്ങൾ, ഒപ്പം കോൺഗ്രസ് വളരെ കൃത്യമായി ചില പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നു. കേന്ദ്ര സമരത്തെ കേരളത്തിലെ പോലീസ് അടിച്ചമർത്തു എന്നുള്ള ഈ ഘട്ടത്തിലാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നമ്മളോടൊപ്പം ചേരുന്നത്. മാഷ്, ആദ്യം തന്നെ ഉള്ള ചോദ്യം, കേന്ദ്രത്തിനെതിരായ സമരത്തെ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അടിച്ചമർത്തുന്നു എന്നാണ് കോൺഗ്രസിന്റെ പുതിയ പ്രചരണം. ഇത് വസ്തുതയാണോ? കോൺഗ്രസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട്, അവർക്ക് കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താവായിട്ട് വരത്തക്ക രീതിയിൽ അവരിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വയനാട് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. വയനാട് ദുരന്തത്തിന് ആവശ്യമായ സഹായം നൽകുക എന്നുള്ളത് മനുഷ്യത്വപരമായി പ്രവർത്തിക്കുന്ന ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും മാന്യമായൊരു നിലപാടാണ്. അത് നൽകാം എന്ന് നമ്മളോട് സമ്മതിക്കുകയും ജനങ്ങളോട് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ടിപ്പോഴും 3 മാസം കഴിഞ്ഞിട്ടും ഒരു നയാ പൈസയും അതിൻ്റെ ഭാഗമായിട്ട് നൽകുന്നില്ല, ഒരു സഹായവും നൽകാൻ തയ്യാറില്ല എന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്. ആ യുദ്ധപ്രഖ്യാപനത്തിനെതിരായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ നിരവധിയായ സന്ദർഭങ്ങളിൽ ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും വരുന്ന 5-ാം തീയതി കേരളം കാണുന്ന ഏറ്റവും വലിയ ഒരു ജനകീയ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് രാജ്ഭവന് മുമ്പിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിലും വലിയ മാർച്ചും അതുപോലെ തന്നെ ധർണയും പരിപാടിയും ഉപരോധവും ഒക്കെ നടത്താൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ വയനാട് ഈ ദുരന്തത്തിന് സഹായം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തോട് മാത്രമല്ല, കേന്ദ്രത്തോടും കേരളത്തെ ഒഴിവാക്കിയിട്ട് അവർക്കൊന്നും നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ കേന്ദ്രത്തോടും കേരളത്തോടും, അല്ലെങ്കിൽ കേരളത്തോടും കേന്ദ്രത്തോടും ആവശ്യപ്പെടാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള സമരം, ആ സമരത്തോട് ഞങ്ങൾക്ക് യോജിപ്പാണ്. ഇങ്ങനെ സമരം നടത്താൻ പാടില്ല എന്നൊന്നും ആരും തന്നെ തീരുമാനിച്ചിട്ടുമില്ല, പറയാനും സാധിക്കില്ല. പക്ഷേ അത് പോലീസുമായി സംഘർഷത്തിലേക്ക് വരിക, സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്ക് പകരം അതിനെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കടന്നാക്രമത്തിൻ്റെ രീതിയായിട്ട് അവതരിപ്പിക്കുക, ഇതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക നിലപാട്, പ്രതിരോധം കേരളത്തിലെ ഗവൺമെൻറ്റിനോട് മാത്രമല്ല ജനങ്ങളോട് നടത്തുന്ന ഈ സാമ്പത്തിക പ്രതിരോധത്തെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി നടത്തുന്ന സമരങ്ങൾക്ക് ഏകോപിതമായ രീതിയിൽ പോകാം എന്ന് പറയുമ്പോൾ വി.ഡി. സതീശൻ തന്നെ പറയുന്നത് ഞങ്ങൾ ഒറ്റക്കേ നടത്തുള്ളൂ എന്നുള്ളതാണ്. ഞങ്ങൾ യോജിച്ച ഒരു സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും ഭാഗമായിട്ട് ആലോചിക്കുന്ന പ്രശ്നമേ ഇല്ല, ഞങ്ങൾ ഒറ്റക്കാണ് സമരം നടത്തുക, പ്രക്ഷോഭം നടത്തുക എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഘർഷം സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അവർ നീങ്ങിയിട്ടുള്ളത്. ആ സംഘർഷത്തിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളതാണ് ഗൗരവം ആലോചിക്കേണ്ടത്. അപ്പോൾ മുദ്രാവാക്യത്തെ വേറൊരു തലത്തിലേക്ക് മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ നിലപാടാണ് യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം.